നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. എല്ലാവർക്കും നമസ്കാരം. നാരദീയ മഹാപുരാണം പൂർവഭാഗം 1-ാം പാദം 29-ാമത്തെ അധ്യായം തിഥി നിർണയം. കർമ്മസിദ്ധിക്ക് ഉപകരിക്കുന്ന തിഥി നിർണയത്തെക്കുറിച്ചും പ്രായശ്ചിത്തത്തെക്കുറിച്ചുമാണ് ഇനി പറയുന്നത്. ശ്രൗതവും സ്മാർത്തവുമായ വ്രതം, ദാനം എന്നിവയൊക്കെ നിശ്ചയിക്കപ്പെട്ട ദിവസങ്ങളിൽ ചെയ്താൽ മാത്രമേ പ്രയോജനമുള്ളൂ. ഏകാദശി, അഷ്ടമി, ഷഷ്ടി, പൗർണമാസി, ചതുർദശി, അമാവാസ്യ, തൃതീയ എന്നിവ ഉപവാസ വ്രതാദികൾക്ക് പ്രസിദ്ധമാണ്. ഇവ പിന്നാലെ വരുന്ന ദിവസത്തിനോട് ചേർന്ന് നിൽക്കുന്നതാണ് മുന്നിൽ വരുന്ന ദിവസത്തിനോട് ചേർന്ന് നിൽക്കുന്നതിനേക്കാൾ നല്ലത്. നാഗവിദ്ധമായ ഷഷ്ടി, നാഗം 5 പഞ്ചമി, ശിവവിദ്ധമായ സപ്തമി, ഷഷ്ടിയോടുകൂടി ചേർന്ന ഏകാദശിയോടുകൂടിയ ദശമി എന്നിവ ഒരിക്കലും ഉപേക്ഷിക്കരുത്. അമാവാസി, പൗർണമി, പിതൃദിനമായ സപ്തമി എന്നിവ പിന്നിലേക്കാണ് ചേർന്നിരിക്കുന്നത് എങ്കിൽ ആചരിക്കേണ്ടതില്ല. കൃഷ്ണപക്ഷത്തിൽ സപ്തമിയും ചതുർദശിയും പിന്നിലേക്ക് ചേർന്നിരിക്കുന്നത് നല്ലതാണെന്ന് ചിലർ പറയുന്നു. അതുപോലെ തന്നെ തൃതീയയും നവമിയും. ഏതു വ്രതത്തിനും ശുക്ലപക്ഷമാണ് നല്ലത്. വൈകുന്നേരത്തേക്കാൾ നല്ലത് രാവിലെയും. രാവിലെ തിഥി പൂർണ്ണമായി കിട്ടുന്നില്ലെങ്കിൽ സൂര്യനുദിച്ച് 2 മുഹൂർത്ത നേരത്തേക്ക് തിഥി കിട്ടുമെങ്കിലും വ്രതം ചെയ്യാവുന്നതാണ്. രാത്രി വ്രതം ആചരിക്കുമ്പോൾ സന്ധ്യാസമയത്ത് തിഥി വരുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത്. തിഥിയും നക്ഷത്രവും ഒരുമിച്ച് ചേരേണ്ട വ്രതങ്ങളിൽ നക്ഷത്രം സൂര്യനോട് ചേരുന്ന സമയം കണക്കാക്കണം. അവിടെയും സന്ധ്യാസമയമാണ് കണക്കാക്കേണ്ടത്. അർദ്ധരാത്രി കഴിഞ്ഞിട്ടും നക്ഷത്രം നിലനിൽക്കുന്നുവെങ്കിൽ ആ ദിവസമാണ് നക്ഷത്രവ്രതത്തിന് തിരഞ്ഞെടുക്കേണ്ടത്. 2 അർദ്ധരാത്രികളിലേക്ക് ഒരു നക്ഷത്രം വ്യാപിച്ചു കിടക്കുന്നുവെങ്കിൽ തിഥിയും നക്ഷത്രവും കൂടി വരുന്ന ദിവസമാണ് സ്വീകരിക്കേണ്ടത്. നക്ഷത്രവും തിഥിയും ഒരുമിച്ച് 2 ദിവസത്തേക്ക് വ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷയത്തിൽ ആദ്യത്തേതും വൃദ്ധിയിൽ 2ാമത്തേതുമാണ് സ്വീകരിക്കേണ്ടത്. ക്ഷയം പറയുമ്പോൾ കർത്തവാവും, വൃദ്ധി വെളുത്തവാവും. ഒട്ടും ഏറ്റക്കുറച്ചിലില്ലാതെ വന്നാൽ 2-1 ഇഷ്ടം പോലെ സ്വീകരിക്കാം. ജ്യേഷ്ഠയോട് ചേർന്ന മൂലം, രോഹിണിയോട് ചേർന്ന അഗ്നി, ചൈത്രത്തിനോട് ചേർന്ന ജ്യേഷ്ഠ എന്നിവ സന്തതി നാശകമാണ്. ഇനി കർമാനുഷ്ഠാനങ്ങൾക്ക് നല്ല ദിവസം പറയാം. നക്ഷത്രവുമായി ചേരുമ്പോഴാണ് തിഥി പുണ്യമാകുന്നത്. രാത്രിയിൽ ആചരിക്കുന്ന വ്രതങ്ങൾക്ക് രാത്രിയിലെ യോഗമാണ് നോക്കേണ്ടത്. ഓരോ തിഥിയിലും അതിനനുസരിച്ചുള്ള വ്രതമാണ് ആചരിക്കേണ്ടത്. ശ്രാവണ ദ്വാദശിയിൽ 2ഉം ഒരുമിച്ച് വരണം. സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും നടക്കുമ്പോൾ സംക്രമണ സമയം എല്ലാം ജപിക്കാൻ നല്ലതാണ്. ആ സമയത്തെ സ്നാനദാന ജപങ്ങൾക്ക് ഒരിക്കലും നശിക്കാത്ത ഫലം കിട്ടും. സൂര്യൻ ദക്ഷിണായനം തുടങ്ങുന്ന സമയമാണ് കർക്കിടക സംക്രമം. യഥാർത്ഥ സംക്രമം നടക്കുന്നതിന് 30 നാഴിക മുൻകൂട്ടി പുണ്യകാലം തുടങ്ങും. വൃഷഭം അതായത് ഇടവം, വൃശ്ചികം, സിംഹം പറയുമ്പോൾ ചിങ്ങമാസം, കുംഭം എന്നീ മാസങ്ങളിലും അങ്ങനെ തന്നെയാണ്. 8 മുഹൂർത്തത്തിനു മുമ്പ് സ്നാനജപങ്ങൾ ആരംഭിക്കാം. തുലാത്തിലും മേഷത്തിലും സംക്രമണത്തിന് 10 നാഴിക മുമ്പും 10 നാഴിക പിമ്പും നല്ല സമയമാണ്. കന്നി, മീനം, ധനു എന്നീ മാസങ്ങളിൽ പിന്നിൽ വരുന്ന 16 നാഴികകളാണ് ശ്രേഷ്ഠം. മകരസംക്രമണമാണ് ഉത്തരായണം. മുമ്പിൽ 40ഉം പിന്നിൽ 30ഉം നാഴികകൾ പുണ്യകാലങ്ങളാണ്. ഗ്രഹണം നടന്നുകൊണ്ടിരിക്കെ സൂര്യചന്ദ്രന്മാർ അസ്തമിച്ചാൽ കുളിച്ചിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ. പിറ്റേ ദിവസം ചന്ദ്രമണ്ഡലം നോക്കുമ്പോൾ കാണുന്നുണ്ടെങ്കിൽ സിനീബാലി എന്നും കാണുന്നില്ലെങ്കിൽ കുഹു എന്നും പറയുന്നു. അമാവാസി ഇങ്ങനെ 2ആണ്. സിനീബാലി ശ്രാദ്ധകർമ്മങ്ങൾക്ക് നല്ലതാണ്. കുഹു സ്ത്രീകളും ശൂദ്രന്മാരും അഗ്നിസേവയില്ലാത്തവരും വ്രതം നോക്കുന്ന ദിവസമാണ്. 2 ദിവസത്തേക്കാണ് അമാവാസി വ്യാപിച്ചു കിടക്കുന്നത് എങ്കിൽ ക്ഷയത്തിൽ ആദ്യത്തേതും വൃദ്ധിയിൽ 2ാമത്തേതും സ്വീകരിക്കണം. മധ്യാഹ്നത്തിന് ശേഷം മാത്രമേ അമാവാസി തുടങ്ങൂ എങ്കിൽ അതിനെ ഭൂതവിദ്ധമെന്നാണ് പറയുന്നത്. അവസാന ദിവസത്തേക്ക് തീരെ ഇല്ലാതെയാണ് വരുന്നത് എങ്കിൽ മുമ്പത്തെ ദിവസം സ്വീകരിച്ച് വൈകുന്നേരം തിഥി വരുന്ന സീനീബാലിയായി കാണണം. ശ്രാദ്ധകർമ്മങ്ങൾ നടത്താൻ ആ ദിവസമാണ് നല്ലത്. പ്രതിപദത്തിൽ യാഗം ചെയ്യണം. വാവിൻ്റെ കാൽഭാഗവും പ്രതിപദത്തിൻ്റെ ആദ്യത്തെ 3 ഭാഗവും യാഗകാലമാണ്. പൂർണിമയും അമാവാസിയും 2 മധ്യാഹ്നങ്ങളിൽ പെട്ടുവരാം. 2ാമത് വരുന്ന ദിവസമാണ് സദ്യകാലം എന്ന് പറയുന്നത്. സൂര്യോദയത്തിന് ശേഷം 6നും 12നും നാഴികയ്ക്കിടയിൽ സംഗമം തിഥി വരുന്നുവെങ്കിൽ 2ാമത്തെ ദിവസത്തെയാണ് സദ്യകാലമായി സ്വീകരിക്കേണ്ടത്. ദശമിയെ തീരെ ഉപേക്ഷിച്ച് ഏകാദശിയാണ് നല്ലത്. ദശമിയോട് ചേർന്ന് ഏകാദശി വന്നാൽ 3 ജന്മങ്ങളിൽ ആർജിച്ച പുണ്യം ഇല്ലാതാകും.
ഏകാദശിയുടെ അല്പമെങ്കിലും ദ്വാദശിയിലേക്ക് കടക്കുകയും ദ്വാദശി ത്രയോദശിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നത് ശ്രേഷ്ഠമാണ്. ദ്വാദശിയിലേക്ക് കടക്കുകയും രാത്രിയുടെ അവസാനത്തിൽ ത്രയോദശി തുടങ്ങുകയും ചെയ്യുന്ന ഏകാദശി ശുദ്ധമാണ്. ആദ്യത്തേത് ഗൃഹസ്ഥന്മാർക്കും രണ്ടാമത്തേത് യതികൾക്കും ഗുണം ചെയ്യും. ഗൃഹസ്ഥന്മാർ സിദ്ധിയും യതികൾ മോക്ഷവുമാണ് പ്രതീക്ഷിക്കുന്നത്. ദ്വാദശിയിൽ പാരണയ്ക്ക് അവസരം കിട്ടിയാൽ ദശമി വിദ്ധമാണെങ്കിലും ഏകാദശി സ്വീകരിക്കണം. കൃഷ്ണപക്ഷത്തിലും ശുക്ലപക്ഷത്തിലുമായി മാസം 2 ഏകാദശികൾ ഉണ്ടാകും. ഗൃഹസ്ഥന്മാർക്ക് ശുക്ലപക്ഷത്തിലെയും യതികൾക്ക് കൃഷ്ണപക്ഷത്തിലെയുമാണ് നല്ലത്. ദശമിയോട് ചേർന്ന് വരുന്ന ഏകാദശി ദ്വാദശിയിലേക്ക് കൂടി വ്യാപിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ കൃഷ്ണപക്ഷത്തിലെ ഏകാദശിയാണ് എല്ലാവർക്കും നല്ലത്. ദ്വാദശിയുടെ രാത്രിയിൽ ത്രയോദശി തുടങ്ങുകയാണെങ്കിൽ ത്രയോദശിയിൽ നടക്കുന്ന പാരണയ്ക്ക് 12 ദ്വാദശികളുടെ പുണ്യം കിട്ടും. ദ്വാദശിയിൽ അല്പം മാത്രം ഏകാദശി വരികയും ത്രയോദശിയിൽ ദ്വാദശി തീരെ വരാതിരിക്കുകയും ചെയ്താൽ ഗൃഹസ്ഥൻ ആദ്യത്തേതും യതികൾ രണ്ടാമത്തേതും സ്വീകരിക്കണം. ഏകാദശി പൂർണ്ണമായിരിക്കുകയും ദ്വാദശി ത്രയോദശിയിലേക്ക് കടക്കുകയും ചെയ്താൽ ഗൃഹസ്ഥൻ ആദ്യത്തേതും യതി രണ്ടാമത്തേതും സ്വീകരിക്കണം. രണ്ടാമത്തേതിൽ ഉപവാസം വേണമെന്ന് പറയുന്നവരുമുണ്ട്. സംക്രാന്തി, ഞായറാഴ്ച എന്നീ ദിവസങ്ങളിൽ ഗ്രഹപാതങ്ങളോ ഗ്രഹണങ്ങളോ ഉണ്ടായാൽ ഗൃഹസ്ഥൻ പാരണയോ ഉപവാസമോ അനുഷ്ഠിക്കേണ്ടതില്ല. ഞായറാഴ്ച, വാവ്, ചതുർദശി, അഷ്ടമി പകൽ ഏകാദശി ആചരിക്കണം. സൂര്യഗ്രഹണം നടക്കുമ്പോൾ ആദ്യത്തെ 3 യാമങ്ങളിൽ ഭക്ഷണം കഴിക്കരുത്. അന്വാദാനം, യാഗം എന്നിവയ്ക്കിടയിൽ സൂര്യഗ്രഹണമോ ചന്ദ്രഗ്രഹണമോ വന്നാൽ പ്രായശ്ചിത്തം ചെയ്യണം. ചന്ദ്രോപരാഗത്തിന് ദശമേ സോമ, സൂര്യോപരാഗത്തിൽ ഉദത്യം ജാതവേദസം എന്നീ മന്ത്രങ്ങളാണ് ചൊല്ലേണ്ടത്. ഇങ്ങനെ തിഥിയറിഞ്ഞ വ്രതാദികൾ ചെയ്താൽ അതിന് അക്ഷയമായ ഫലം ലഭിക്കും. വേദങ്ങൾ ധർമ്മങ്ങളെ ഉദ്ഘോഷിക്കുന്നു. ധർമ്മത്താൽ കേശവൻ സന്തുഷ്ടനാകുന്നു. ധർമ്മം ചെയ്യുന്നവരെല്ലാം കൃഷ്ണന്മാർ തന്നെയാണ്. ലോകദുഃഖങ്ങൾ അവരെ ബാധിക്കുകയില്ല. ഇതോടുകൂടി 29ാമത്തെ അധ്യായം അവസാനിച്ചു. എല്ലാവർക്കും നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.